അമേരിക്കൻ ഭരണകൂടവും മാധ്യമലോകവും ഒന്നിച്ചുകൂടിയ സുപ്രധാനമായ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നറിനിടെ വെടിയൊച്ച. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പ്രഥമ വനിത മെലാനിയ ട്രംപ് എന്നിവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയോടെ വേദിയിൽ നിന്നും മാറ്റി. ശനിയാഴ്ച രാത്രി 8:30 വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം അരങ്ങേറിയത്. ഏകദേശം 2600ഓളം അതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ അതിപ്രധാന വ്യക്തികൾ വേദിയിൽ ഇരിക്കെയാണ് ഹോട്ടലിന്റെ പ്രധാന സുരക്ഷാ പരിശോധനാ കവാടത്തിന് സമീപം വെടിയൊച്ച കേട്ടത്. റിപ്പോർട്ടുകൾ പ്രകാരം 5 മുതൽ 8 തവണ വരെ വെടിയൊച്ച മുഴങ്ങി. ഇതോടെ ഹാളിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥരും പരിഭ്രാന്തരായി മേശകൾക്ക് താഴെ ഒളിച്ചു. താഴെ കിടക്കൂ, ആരും എഴുന്നേൽക്കരുത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രോശിക്കുന്നതിനിടെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ ട്രംപിനെയും മെലാനിയെയും വളയുകയും മിന്നൽ വേഗത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ വേദിയിൽ നിന്നും മാറുന്നതിനിടെ ട്രംപ് തെന്നി വീണെങ്കിലും ഏജന്റുമാർ ഉടനെ തന്നെ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ച് പുറത്തെത്തിച്ചു. അക്രമിയെ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് വെടിയേറ്റു. അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിലാണ് വെടിയുണ്ട പതിച്ചതെന്നും നിലവിൽ അദ്ദേഹം അപകടനില തരണം ചെയ്തതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കാലിഫോർണിയയിൽ നിന്നുള്ള 30 വയസ്സുകാരനായ യുവാവാണ് അക്രമിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുരക്ഷാ സേന കീഴടക്കി. ഇയാളുടെ പക്കൽ നിന്ന് ഒരു ഷോട്ട് ഗൺ കണ്ടെടുത്തു. വാഷിംഗ്ടണിൽ നടന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരണം രേഖപ്പെടുത്തി. തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയ കാര്യങ്ങൾ വിശ്വസിക്കാനാവാത്തതാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം തന്നെ സുരക്ഷിതനാക്കാൻ കാട്ടിയ ധീരതയ്ക്ക് സീക്രട്ട് സർവീസിനും മറ്റ് നിയമപാലകർക്കും പ്രത്യേക നന്ദി അറിയിച്ചു. അക്രമിയെ ഇതിനോടകം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചതായി വ്യക്തമാക്കിയ ട്രംപ് ചടങ്ങുകൾ തുടർന്നു കൊണ്ടുപോകാനാണ് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ അന്തിമ തീരുമാനം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഈ വിരുന്ന്. തന്റെ ആദ്യ പ്രസിഡന്റ് കാലാവധിയിൽ മാധ്യമങ്ങളോടുള്ള കടുത്ത വിയോജിപ്പിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ പോലും വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷനിൽ ഡിന്നറിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ 2026 വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം പങ്കെടുത്ത ആദ്യ വിരുന്നാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. മാധ്യമങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ സൂചനയായി പലരും ഇതിനെ കണ്ടിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ വെടിവെപ്പ് ആഘോഷങ്ങളെ ഭീതിയിലാഴ്ത്തി. വെടിയൊച്ച ഉയർന്ന ഉടൻ തന്നെ പരിപാടി താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹോട്ടലിലും പരിസരത്തും വിശദമായ പരിശോധന നടത്തി. അക്രമി പിടിയിലായെന്നും മറ്റൊരു സുരക്ഷാ ഭീഷണിയും നിലവിലില്ലെന്നും സീക്രട്ട് സർവീസ് സ്ഥിരീകരിച്ചതോടെയാണ് ചടങ്ങുകൾ പുനരാരംഭിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഭയത്തിന് വഴങ്ങില്ലെന്ന സന്ദേശം നൽകിക്കൊണ്ട് പരിപാടി തുടരണമെന്ന ട്രംപിന്റെ ഉറച്ച നിലപാടും ഇതിനു പിന്നിലുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന അതിതീവ്ര സുരക്ഷയുമുള്ള ചടങ്ങിൽ ഇത്തരമൊരു സംഭവം അരങ്ങേറിയത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സീക്രട്ട് സർവീസിന്റെ കർശനമായ 3 തലത്തിലുള്ള സുരക്ഷാ പരിശോധനകളെയും അത്യാധുനിക സ്കാനിംഗ് സംവിധാനങ്ങളെയും മറികടന്ന് ഒരു അക്രമി എങ്ങനെ ആയുധവുമായി ഹോട്ടലിനുള്ളിലെ സുരക്ഷാ വലയത്തിനടുത്തെത്തി എന്നത് അതീവ ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. സംഭവത്തിന്റെ ഗൂഢാലോചനയെക്കുറിച്ചും സുരക്ഷയിലുണ്ടായ പാളിച്ചകളെക്കുറിച്ചും ഉന്നതതല അന്വേഷണം ആരംഭിച്ച FBI ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും അക്രമി വന്ന വഴികളും സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. പ്രസിഡന്റ് ട്രംപിനും പ്രഥമ വനിത മെലാനിയ ട്രംപിനും പുറമെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് തുടങ്ങിയ ഭരണകൂടത്തിലെ അതിപ്രധാന വ്യക്തികളുടെയും സാന്നിധ്യം സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരു ചെറിയ അശ്രദ്ധ പോലും രാജ്യത്തിന്റെ നേതൃനിരയാകെ അപകടത്തിലാക്കുമായിരുന്നു എന്ന വിലയിരുത്തലിലാണ് സുരക്ഷാ ഏജൻസികൾ. നിലവിൽ വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലും പരിസരവും സായുധമായ 100 കണക്കിന് ഉദ്യോഗസ്ഥരുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ്. അക്രമിയുടെ പക്കൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നറിയാൻ ബോംബ് സ്ക്വാഡ് ഹോട്ടലിൽ വിശദമായ പരിശോധനകൾ പൂർത്തിയാക്കി. കസ്റ്റഡിയിലുള്ള കാലിഫോർണിയ സ്വദേശിയായ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഇയാളുടെ യഥാർത്ഥ ലക്ഷ്യം വധശ്രമമായിരുന്നോ അതോ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുക എന്നതാണോ എന്നും വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നും അധികൃതർ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ സുരക്ഷാ പ്രോട്ടോകോളുകളിൽ അടിയന്തരമായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൗസ് ഉടൻ തന്നെ പ്രത്യേക അവലോകന യോഗം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാഷിംഗ്ടൺ ഹിൽട്ടണിലുണ്ടായ ഈ അപ്രതീക്ഷിത സംഭവ വികാസം അമേരിക്കൻ രാഷ്ട്രീയത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിക്ക് നേരെ ഇത്രയും സുരക്ഷിതമായ ഒരു വേദിയിൽ വെച്ച് ആക്രമണ ശ്രമം ഉണ്ടായത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ഭരണപരമായ അഴിച്ചുപണികൾക്കും കാരണമാകും. അക്രമി പിടിയിലായെങ്കിലും ഈ സംഭവത്തിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യവും സുരക്ഷാ വീഴ്ചയുടെ ആഴവും കണ്ടെത്തുക എന്നത് FBI മുന്നിലെ വലിയ വെല്ലുവിളിയാണ്.
പ്രസിഡന്റ് ട്രംപും ഭരണകൂടവും സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോഴും ജനാധിപത്യ പ്രക്രിയയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ വെടിയൊച്ചകൾ വിരൽ ചൂണ്ടുന്നത്. ഭയമില്ലാതെ തന്റെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വർഷത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ സുരക്ഷ രാജ്യം അതീവ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകളായിരിക്കും അമേരിക്കൻ സുരക്ഷാ ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായത്തിന്റെ പൂർണ്ണ രൂപം വ്യക്തമാക്കുക.